ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പകുതിയിലധികം സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമ്പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണേണ്ടി വന്നതും കേൾക്കേണ്ടി വന്നതും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പ്രധാനമന്ത്രി, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തികൾ, സ്വജനപക്ഷപാതമെന്ന വലിയ ആക്ഷേപം ഉയരുന്നത് കണ്ടു. പലപ്പോഴും 24 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തെയും രണ്ടാം ഘട്ടവും കഴിഞ്ഞതിന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ കണക്കുകൾ പോലും പുറത്തുവിട്ടത്. അതൊക്കെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ, ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ദാവൂദ് സാർ, അതായത് ഈ തെരഞ്ഞെടുപ്പ് 3 ഘട്ടം പൂർത്തിയാകുമ്പോൾ പോളിംഗ് വിലയിരുത്തുമ്പോൾ ഒരു ട്രെൻഡ് നമ്മൾ പലതവണ പറഞ്ഞതാണ്. പ്രത്യേകിച്ചൊരു ട്രെൻഡ് ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ശതമാന കണക്ക്. കാരണം അങ്ങനെ ഒരു ഇടിച്ചുകയറ്റം, ഒരു തള്ളിക്കയറ്റം വോട്ട് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണ് ഈ 3 ഘട്ടം പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഈ 3 ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇന്നലെ പോളിംഗ് നടന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ പല മേഖലകളും ഇന്നലെ പോളിംഗ് നടന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെയാണ് വോട്ട് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം നടന്നു. ഇന്ന് രാവിലത്തെ പത്രങ്ങളിൽ ഗുജറാത്തിലെ പോളിംഗ് പെർസെൻറ്റേജ് ആയിട്ട് 55% ആണുള്ളത്. ഇപ്പം വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തത് 59 ആയിട്ടുണ്ട്. 59.25 മറ്റോ ആയിട്ടുണ്ട്. 59 ആണെന്ന് വെക്കുക. 59 ആണെങ്കിൽ തന്നെ 2019 64% ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര ശതമാനത്തിൻ്റെ കുറവ് വന്നു? 6% കുറവ് വരികയാണ്. എന്നാലും പ്രധാനമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ വരെ ഇത്രയും അധികം കുറവ് വരികയാണ്. പ്രധാനമന്ത്രി ഇന്നലെ വോട്ട് ചെയ്ത ശേഷം പോളിംഗ് ബൂത്തിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച വിഷയം, അദ്ദേഹം ഈ ഇലക്ഷൻ രണ്ടാം ഘട്ടം മുതൽ അദ്ദേഹം നടത്തിയ സംസാരത്തിൽ വർഗീയത പറയാത്ത ഒരൊറ്റ സംസാരം ഇന്നലെ പോളിംഗ് ബൂത്തിൽ നടത്തിയ സംസാരമാണ്. അതിൽ പറഞ്ഞ എല്ലാവരും കൂട്ടമായി പോയി വോട്ട് ചെയ്യണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരെ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. ഈ ബനസ്കന്തയിൽ മാത്രമാണ് പോളിംഗ് ഇച്ചിരി കൂടിയത്. നേരത്തെ 2019 ഉള്ളതിനേക്കാൾ കൂടിയിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും കുറഞ്ഞിരിക്കുകയാണ്. ബംഗാളിൽ ചില മണ്ഡലങ്ങളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ചില സൂചന നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തതാണ്. ഈ രശ്മവർണ്ണവരി പ്രത്യേകിച്ച് അങ്ങനെ ഒരു ട്രെൻഡ് ഒന്നുമില്ല. ആവേശപൂർവ്വം നമ്മുടെ ഈ രാജ്യത്തെ ജിഹാദികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആവേശപൂർവ്വം ജനങ്ങൾ ഇറങ്ങുന്നതായിട്ട് കാണുന്നില്ല. അതേക്കാൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം അതല്ല. ഈ മാധ്യമങ്ങളുടെ ഈ നമ്മൾ ദേശീയ ചാനലുകൾ എന്ന് പറയുന്ന ചാണക ചാനലുകൾ ആയിട്ടുള്ള ഈ ഡൽഹിയിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന, ഡൽഹിയിൽ നിന്ന് നോയിഡ ടെലിവിഷൻ, അതിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞല്ലോ, അന്ന് സീ ന്യൂസിൻ്റെ CEO ഉണ്ട്, സുഭാഷ് ചന്ദ്ര. അദ്ദേഹം ഒരു വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. അത്ഭുതപ്പെട്ടുപോയി. എന്താ സ്റ്റേറ്റ്മെൻറ്റ് അറിയോ? നമ്മുടെ രാജ്യം മാധ്യമ സ്വാതന്ത്ര്യ ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സിൽ കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊരു കഷ്ടമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരാണ് പറയുന്നത്? സീ ന്യൂസിൻ്റെ CEO ഇതേക്കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന എന്താണ്? അതിൻ്റെ CEO അല്ല, അതിൻ്റെ ചെയർമാൻ സുഭാഷ് ചന്ദ്ര, സീ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. സീ ന്യൂസിൻ്റെ CEO ഉണ്ട്, അഭയ് ഓജ. പുള്ളിത്തെറിച്ചു. അഭയ് ഓജ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം CEO സ്ഥാനത്ത് നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെ എന്താണ്? അതിൻ്റെ കണ്ടൻറ് ഷോ ഫോർമേഷനിലൊക്കെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കൗതുകകരമായിട്ടുള്ളൊരു സംഗതി, എക്സിറ്റ് പോളുകൾ നടന്നിട്ടുണ്ടല്ലോ. ഇത് നടന്ന സ്ഥലങ്ങളിലെല്ലാം എക്സിറ്റ് പോൾ നടന്നിട്ടുണ്ടല്ലോ. എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടാണ് പുറത്തുവിടാത്തത്. എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് പുറത്തുവിടണമെങ്കിൽ മുഴുവൻ പോളിങ്ങും കഴിയണം. അപ്പം റിസൾട്ട് പുറത്തുവിട്ടില്ലെങ്കിലും അവിടെ ആഫീസിൽ കിടപ്പുണ്ടല്ലോ, ആഫീസിൽ ഇത് കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതാണ് മീഡിയയുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ കാരണം എന്ന് പലരും വിശകലനം ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും നരേന്ദ്രമോദിയുടെ ഇത് നോക്കൂ. എന്താണ് അദ്ദേഹം ഇന്നലെ പ്രസംഗിക്കുന്നത്? ഇന്നലെ മെനയാന്നോ? പാകിസ്ഥാൻ കി ആതങ്കി, പാകിസ്ഥാനിലെ തീവ്രവാദികൾ നമുക്കെതിരെ ജിഹാദ് നടത്തുന്നു. ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ
മോഡിക്കെതിരെ വോട്ട് ജിഹാദ് നടത്തും. ഇതാണ് ഒരു ദിവസം പറയുന്നത്. പിന്നെ എന്താണ് കെട്ടുതാലി, ഇത് എല്ലാ ദിവസവും ഉണ്ട്. കെട്ടുതാലി പിടിച്ചു കൊടുക്കുന്നു, പൈസ പിടിച്ചു കൊടുക്കുന്നു, പിന്നെ ടെൻഡർ അവർക്ക് കൊടുക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി എന്താ പറയുക? ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അത് നേരത്തെ ഇത്രയായിരുന്നു വളർച്ചാ നിരക്ക്, ഇപ്പോൾ ഇത്രയായി, ഇത്ര റോഡുകളുണ്ടായി, ഇത്ര റെയിൽവേ നെറ്റ്വർക്കുണ്ട്. ഇതൊന്നുമല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തെ, ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്താണ്, പ്രതിപക്ഷത്തെ ഇവാലുവേറ്റ് ചെയ്യാനാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? പ്രതിപക്ഷത്തെയാണോ വിചാരണ ചെയ്യുക? ഇദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ചെയ്തികളെ, പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ, അതേക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം എന്തു ചെയ്തു എന്ന് ജനങ്ങളോട് പറയണ്ടേ? അതുകൊണ്ട് എനിക്ക് വോട്ട് തരൂ, അതുകൊണ്ട് എനിക്ക് ഇക്കാര്യങ്ങൾ ഇതേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇനിയും ചെയ്യണം എന്നല്ലേ പറയേണ്ടത്? ഇവർ വന്നാൽ പിന്നെ റാം മന്ദിർ ഇല്ലാണ്ടാവും, പിന്നെ ബാബരി കൊണ്ടുവരും, 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നത് നമ്മളെക്കാൾ ഉത്തരേന്ത്യയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിൽ വരുന്ന മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുക അദ്ദേഹത്തിനായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിലുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ മതിയാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അത് ഈ പോളിംഗ് പെർസെൻറ്റേജിലെ കുറവ് ആ ഒരു തിരിച്ചറിവിലൊരു ഘടകമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹരിയാനയിലെ ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഈ ഇളക്കങ്ങളുണ്ടാകുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹരിയാനയിൽ സ്വതന്ത്രം എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം? ഞങ്ങൾ BJPയോടൊപ്പമില്ല, BJP സർക്കാരിനുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് ഈ സ്വതന്ത്രർക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില എന്താ പറയുക, ആശ്വസിക്കാൻ വകയുള്ള ചില വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം. യെസ്, അതായത് ഏറ്റവും സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു ഏജൻസിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ. നമ്മൾ ഓരോ ദിവസത്തെയും വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഈ BJP നേതാക്കൾ പ്രതികളാകുന്ന കേസുകളിൽ തെരഞ്ഞെടുപ്പ് നിയമലംഘനവുമായി, പെരുമാറ്റച്ചട്ട ലംഘനവുമൊക്കെ ബന്ധപ്പെട്ട ഒരക്ഷരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടുന്നില്ല. പക്ഷേ മറുവശത്താണെങ്കിൽ പെട്ടെന്നുള്ള ആക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടി നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലേ ഘട്ടത്തിൽ? ജില്ലാ കളക്ടർക്കെതിരെ വില്ലേജ് ഓഫീസർ പരാതി കൊടുത്തിട്ടുള്ള കാര്യമാണ്. അല്ല, അത് തന്നെയാണ്. വില്ലേജ് ഓഫീസറെ അവിടെ വർക്ക് ചെയ്യണം തീരുമാനിക്കുന്നത് ജില്ലാ കളക്ടറാണ്. എന്നിട്ട് ആ ജില്ലാ കളക്ടർക്കെതിരെ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോയി പറയണം അദ്ദേഹം അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ? ചെയ്യില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ ആരെ തിരഞ്ഞെടുക്കുന്നത്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി വേറൊരു മന്ത്രി ചേർന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ വേറെ ആർക്കും സേ ഇല്ല. പ്രതിപക്ഷ നേതാവ് കമ്മിറ്റിയിലുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, ഇവർക്കാണ് ഭൂരിപക്ഷം വോട്ട്, അവർ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്കെതിരെ നടപടി എടുക്കും നിങ്ങൾ നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അതൊക്കെ ചുമ്മാ. ഇത് ആരോട് പറയാനാണ്? നമ്മളത് ഇതിൽ ഞാൻ ദാവൂസായി പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ നാഷണൽ മീഡിയയുടെ നറേറ്റീവിൽ വരുന്ന വ്യക്തി. ഇപ്പോൾ സുധീർ ചൗധരി ഈ കൊറോണ ജിഹാദ് കണ്ടുപിടിച്ച മനുഷ്യനാണ്. ഈ അദ്ദേഹം സി ചാനലിലായിരുന്നു മുമ്പ്. സി ചാനലിൽ അദ്ദേഹം ഇങ്ങനെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് രാത്രി അദ്ദേഹത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. കോട്ട് സൂട്ടൊക്കെ ഇട്ട് എന്നിട്ട് വർഗീയത പറയുക എന്നുള്ളതായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആജ് തക്കിൽ എല്ലാം പുള്ളിയാണ്. അപ്പോൾ ആജ് തക്ക് ടിവിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആജ് തക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെയാണ്, അരുൺ പൂരി, കാലി പൂരിയുടെയൊക്കെ ചാനലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടും ഈ പണി കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മോദിയുടെ മംഗൽ സൂത്ര ആ പ്രസംഗത്തെ അദ്ദേഹം ഫാക്ട് ചെക്ക് ചെയ്തു. തെറ്റാണ് ഈ പറയുന്നത് കൊണ്ട് ഫാക്ട് ചെക്ക് ചെയ്തു. എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഒരു ഫാക്ട് ചെക്ക് ആദ്യമായിട്ടാണ് സുധീർ ചൗധരിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അത് ഒരു മാറ്റത്തിൻ്റെ നാന്ദിയാണ്. അതൊരു മാറ്റത്തിൻ്റെ നാന്ദിയാണ്. സുധീർ ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാക്ട് ചെക്ക് ചെയ്തെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതിലും പ്രധാനപ്പെട്ട ഒരു സൂചകം എന്ന് പറയുന്നത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് എന്താണ്? കഴിഞ്ഞ 5 വർഷമായി രാഹുൽ ഗാന്ധി അംബാനിയെയും അദാനിയെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇലക്ഷൻ തുടങ്ങി മിണ്ടാട്ടം മുട്ടി. എന്തുകൊണ്ടാണ് അംബാനിയും അദാനിയും രാഹുൽ ഗാന്ധി ഇപ്പോൾ ചീത്ത വിളിക്കാത്തത്? അവരെ ഇന്നും വല്ല കള്ളപ്പണവും കിട്ടിയിട്ടുണ്ടോ, കാശ് വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നു? അതായത് അംബാനി അദാനിയെ ചീത്ത വിളിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുകയാണ്. രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കണമെന്ന് അദാനിയെയും അംബാനിയെയും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഞാൻ പറയട്ടെ, അത് കോൺഗ്രസ് ഭരിക്കുകയാണെന്നിരിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കുകയാണ്, ആരെങ്കിലും XOR ആരെങ്കിലും പ്രധാനമന്ത്രിയാണെന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോലുമാണ്, കോൺഗ്രസ് അദാനിയും വിളിക്കും? ചീത്ത വിളിക്കില്ല. കാരണം വെച്ചാൽ അവരൊരു മൾട്ടി ബില്യണേഴ്സാണ്, രാജ്യത്ത് ഒരുപാട് ഇൻഡസ്ട്രികൾ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അവരെ ചീത്ത വിളിക്കണം എന്ന് ഒരു പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? കാൽച്ചുവട്ടെല്ലാം മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അത് ആരും തുറന്ന് പറയുന്നില്ല. കാരണം ആർക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഈ ഇലക്ഷൻ വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് ഇത് ആൻറ്റി മോദി വേവ് ഇന്ത്യയിലുണ്ട് എന്ന് തുറന്നു പറയാൻ ഭയമാണ്. കാരണം എന്താണ് സംഭവിക്കുക? കാരണം ഈ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്താണ് മൊത്തം പോൾ ചെയ്ത വോട്ടെത്രയാണെന്ന് ഇപ്പോഴും പറയുന്നില്ല. അത് വലിയ ആക്ഷേപങ്ങൾ വരും. അതെന്തുകൊണ്ടാണ് അവർ ഈ കണക്ക് പുറത്തുവിടാത്തത്? കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണത്. കഴിഞ്ഞ 2019 പല ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആകെ പോൾ ചെയ്ത വോട്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കാം. ഈ പറയുന്ന ഈ ബേസിൽ ഇത്ര പെർസെൻറ്റേജ് വോട്ട് പോൾ ചെയ്തു, അത് പറയില്ല. എത്ര വോട്ടുണ്ട്, ഈ മണ്ഡലങ്ങളിൽ എത്ര വോട്ടുണ്ട്, എത്ര വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്, പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണ്, ഇത്രയും പറഞ്ഞാൽ ഇത് പറയില്ല. ഇതെന്തുകൊണ്ട് പറയുന്നില്ല? കഴിഞ്ഞ പ്രാവശ്യം ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഓരോ പോൾ കഴിയുമ്പോഴും ഇവരൊരു കണക്ക് പറയും, അപ്രോക്സിമേറ്റ് പോൾ പെർസെൻറ്റേജ് പറയുന്നു, അവസാനം ഇവർ പറയുന്നു. എല്ലാ പോളിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ ടോട്ടൽ ശതമാനം ഇത്രയാണെന്ന് പറയുന്നു. ടോട്ടൽ ശതമാനം ഇത്രയാണെന്ന് പറഞ്ഞിട്ട് വോട്ട് എണ്ണി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം പറഞ്ഞ കണക്കും ഈ പറഞ്ഞ കണക്കും തമ്മിൽ ടാലി ആവുന്നില്ല. ഒരു മണ്ഡലത്തിലും ടാലി ആവുന്നുണ്ടായിരുന്നില്ല. അത് ചില മാധ്യമങ്ങൾ അത് റിസർച്ച് ചെയ്ത് പണിയെടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ട് പിന്നെ ഏതു വിധേന കഴിഞ്ഞ പ്രാവശ്യം തടി തീർക്കുകയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം, അശോക് ലവാസ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിന് രാജിവെച്ചു പോകേണ്ടി വന്നു. ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ജില്ലാ കളക്ടർ നിയോഗിച്ച വില്ലേജ് ഓഫീസറാണ് പണി നടത്തുന്നത്. അതുകൊണ്ട് ഈ കണക്കൊക്കെ ആരും ചോദ്യം ചെയ്യാനും പോകുന്നില്ല. ആർക്കും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ പോലും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ കാണുന്ന ഏറ്റവും മികച്ച സൂചന ഇതാണ്. ഒന്ന്, ഗോദി മീഡിയയുടെ മൊത്തം നറേറ്റീവിൽ വരുന്ന മാറ്റം. രണ്ടാമത്തേത് ഈ പറയുന്നത് പോലെ അദാനിയെയും അംബാനിയെയും പ്രധാനമന്ത്രി തന്നെ ചീത്ത വിളിക്കുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റിലും ദൃശ്യമാണ്. അപ്പോൾ ഈ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തായി മാറുമെന്നൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് പറയാം. സർ, അതായത് ഒറ്റ കാര്യം കൂടി എൻ്റെ കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ VVPAT എന്ന ഹർജി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന വാദം ഒരുപാട് സമയം എടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്രയും സമയത്തിന്റെ കാര്യത്തിൽ ശുഷ്കാന്തി ഉള്ളവരാണ് ഈ കണക്ക് പുറത്തുവിടാൻ ഈ അലംഭാവം കാണിക്കുന്നത് എന്നുകൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാധ്യമങ്ങളുടെ, അതായത് ഗോദി മീഡിയാസ് എന്ന് വിമർശിക്കപ്പെടുന്ന മാധ്യമങ്ങളുടെ ഒരു സ്വഭാവവും അതിന് ശേഷവുമുള്ള സ്വഭാവം തമ്മിൽ ചില അന്തരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില സൂചനകൾ തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം.